നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് 2 പുരസ്കാരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു കേരളത്തിലെ LDF UDF നേതാക്കൾ. ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പുരസ്കാരം നൽകിയത് അംഗീകരിക്കാനാകില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന വന്നത്. സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മതസാഹോദര്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെ അവാർഡ് ജൂറി അവഹേളിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. നേട്ടങ്ങളുടെ തിളക്കം കെടുത്തുന്നതാണ് ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. പിന്നാലെ ഇതിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു നടി രഞ്ജിനി. ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് വ്യാജ കഥയ്ക്ക് 2 പുരസ്കാരങ്ങൾ നൽകിയെന്നും എന്തൊരു നാണക്കേടാണിതെന്നും രഞ്ജിനി വിമർശിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ മികവിന് നൽകുന്ന കലാപരവും സാങ്കേതികവുമായ മികവിനുള്ള പരമോന്നത പുരസ്കാരത്തിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് വ്യാജ കഥയ്ക്ക് 2 ദേശീയ അവാർഡുകൾ കൊടുത്തിരിക്കുന്നു. എന്തൊരു നാണക്കേടാണിത് എന്നായിരുന്നു രഞ്ജിനി കുറിച്ചത്. ഈ വാർത്ത പ്രസിദ്ധീകരിച്ച ഓൺലൈൻ വാർത്താ മാധ്യമത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ വിമർശകരുടെ വാ അടപ്പിക്കുന്ന കമന്റാണ് RSS നേതാവ് ജെ നന്ദകുമാർ കുറിച്ചിരിക്കുന്നത്. കേരള സ്റ്റോറിയുടെ പ്രേരണാ സ്രോതസ് എന്ന കുറിപ്പോടെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ നടത്തിയ ഒരു പരാമർശത്തിന്റെ വീഡിയോ ആണ്. ആ വീഡിയോയിൽ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറയുന്നത് ഇങ്ങനെ: ആദ്യം NDF എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇവർക്കെതിരായ ആളുകളെയും വിരോധമുള്ളവരെയും കൊല്ലിക്കും. അല്ലെങ്കിൽ ഇതുപോലെ കൈവെട്ടി എടുക്കുക, കാലുവെട്ടി എടുക്കുക, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പൊ അത് ആളുകൾ മനസ്സിലാക്കി. നമ്മുടെ ദേശീയ ദിനമായ ഓഗസ്റ്റ് 15-ന് ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ, അതിന്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുകയാണ്. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായ ആളുകളെയെല്ലാം സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിം ആക്കുക, മുസ്ലിം യുവതികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള ഒരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയ കേരള സ്റ്റോറിക്ക് ദേശീയ അംഗീകാരം, അഭിനന്ദനങ്ങളെന്ന് നേരത്തെ ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ കാസ ഈ അവാർഡിനെ കുറിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. പിന്നാലെ ഇപ്പോൾ കേരളത്തിലെ ലവ് ജിഹാദിന്റെ കഥ പറഞ്ഞ കേരള സ്റ്റോറിക്ക് എന്തുകൊണ്ടാണ് 2 അവാർഡുകൾ നൽകിയെന്നതിന് വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ജൂറി അധ്യക്ഷനായിരുന്ന അശുതോഷ് ഗവാരികർ. കേരള സ്റ്റോറിക്ക് അവാർഡ് നൽകിയതിനെ വിമർശിക്കുന്നവർക്കുള്ള മറുപടിയുമായാണ് അദ്ദേഹം വന്നത്. കേരളത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു വീടുകളിൽ നിന്നുള്ള പെൺകുട്ടികളെ പ്രണയക്കെടിയിലൂടെ ISIS-ൽ ചേർത്ത് സിറിയയിലേക്ക് അയക്കുന്ന ഭീകരവാദ ശൃംഖലയെ വെളിപ്പെടുത്തുന്നതാണ് കേരള സ്റ്റോറി എന്ന സിനിമ. ലവ് ജിഹാദിലൂടെ സിറിയയിലെ ഭീകര സംഘടനകളിലേക്ക് എത്തപ്പെട്ട നിഷ്കളങ്കരായ 4 ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ ഉള്ളുലയ്ക്കുന്ന കഥയാണ് കേരള സ്റ്റോറി. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില സാമൂഹ്യാവസ്ഥ തന്നെയാണ് കേരള സ്റ്റോറി തുറന്നു കാണിക്കുന്നത്. അമീർ ഖാൻ നായകനായ വിദേശ ചലച്ചിത്ര മേളകളിൽ വരെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ലഗാൻ എന്ന സിനിമയുടെ സംവിധായകനാണ് അശുതോഷ്. കേരള സ്റ്റോറിക്ക് നൽകിയ ഒരു അവാർഡ് മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരമാണ്. പ്രശാന്തനു മഹാപാത്രയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. കേരള സ്റ്റോറിയിലെ ക്യാമറ വ്യത്യസ്തവും തീക്ഷ്ണവുമായിരുന്നുവെന്ന് അശുതോഷ് പറയുന്നു. കഥയുടെ ഒഴുക്കിന് പരിക്കേൽപ്പിക്കാതെയാണ് ക്യാമറ ചലിച്ചത്. ക്യാമറയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് ദൃശ്യങ്ങൾ ക്യാമറാമാൻ കണ്ടെത്തിയത്. അതുകൊണ്ട് അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, ജൂറി ചെയർമാൻ അശുതോഷ് വ്യക്തമാക്കി. 2ാമത്തെ അവാർഡ് മികച്ച സംവിധായകനുള്ള അവാർഡാണ്. അത് ലഭിച്ചത് സുദീപ്തോ സെന്നിനാണ്. കഥ പറയാൻ വളരെ ദുഷ്കരമായ പ്രമേയമാണ് ഈ സിനിമയിലേത്. പക്ഷേ അതീവ വ്യക്തതയോടെ ഇത് അവതരിപ്പിക്കുന്നതിൽ സുദീപ്തോ സെൻ വിജയിച്ചു. അത് കണ്ടപ്പോൾ ജൂറി എന്ന നിലയിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ മുഖ്യ കഥാപാത്രത്തെ കൈകാര്യം ചെയ്ത ബോളിവുഡ് നടി ആദാ ശർമ്മയുടെ അവിസ്മരണീയമായ അഭിനയത്തെയും ജൂറി പ്രശംസിച്ചു. കേരളത്തിൽ സംഭവിച്ച കഥയായിട്ട് കൂടി ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തിയേറ്ററുകൾ വിരളമായേ കിട്ടിയുള്ളൂ. അതേസമയം തമിഴ്നാട്ടിലും ബംഗാളിലും പ്രദർശിപ്പിക്കാനേ കഴിഞ്ഞില്ല. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ കേരള സ്റ്റോറി നികുതി ഇളവ് നൽകിയാണ് പ്രദർശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.